എല്ലാ സിനിമാ പ്രേമികളെയും ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ചിത്രമായിരുന്നു ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലിറങ്ങിയ ദൃശ്യം. മികച്ച തിരക്കഥയുടെയും അഭിനയ മുഹൂർത്തങ്ങളുടെയും പിൻബലത്തിൽ സിനിമ ആസ്വാദകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗമുണ്ടായി. ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഒരുങ്ങുന്നു എന്ന വാർത്തയും ആരാധകർ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. എന്താണ് ഇനി ജോർജ് കുട്ടിക്കും കുടുംബത്തിനും സംഭവിക്കാൻ പോകുന്നത് എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മലയാളികൾ. അടുത്തിടെ മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ കാലവും പ്രായവും മാറുന്നതിനനുസരിച്ച് സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് മാറ്റമുണ്ടാകുമെന്ന് ജിത്തു പറഞ്ഞിരുന്നു. കാഴ്ചപ്പാടിലും മക്കളിലും മാറ്റം വരുമെന്നും ഇതാണ് തന്റെ മൂന്നാം ഭാഗത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നും ജിത്തു കൂട്ടിച്ചേർത്തിരുന്നു. ഇതിന് പിന്നാലെ ജോർജ് കുട്ടിയുടെ ഇളയ മകൾ ഒറ്റുകാരിയാകുമോ എന്നും ജോർജ് കുട്ടി തന്നെ കുറ്റം സമ്മതിക്കുമോ എന്നുമൊക്കെ സോഷ്യൽ മീഡിയകളിൽ ചർച്ചകൾ നടക്കുകയാണ്. മൂന്നാം ഭാഗം വരുമ്പോൾ മൂത്ത മകളും ഇളയ മകളും തമ്മിൽ വ്യത്യാസം ചിലപ്പോൾ ഉണ്ടാകും. കാലവും പ്രായവും മാറുന്നതിനനുസരിച്ച് അവർക്ക് മാറ്റങ്ങൾ സംഭവിക്കും. ആ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്താണ്? കാഴ്ചപ്പാടുകൾ മാറുന്നു. പ്രത്യേകിച്ച് മക്കളിൽ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് മൂന്നാം ഭാഗത്തിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ആരെയും മനഃപൂർവ്വം ദ്രോഹിക്കുന്ന ആളല്ല ജോർജ് കുട്ടി. നാളെ ചിലപ്പോൾ പുള്ളി എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. മനുഷ്യനാണ്, മാറും. പ്രായം മാറുന്നതിന് അനുസരിച്ച് നമ്മുടെ ചിന്താഗതികൾ മാറും. അതും സംഭവിക്കാം. അതുകൊണ്ട് ജോർജ് കുട്ടിക്കുണ്ടാകുന്ന മാറ്റം ഏത് രീതിയിലാണ് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, ജിത്തു പറഞ്ഞു.